نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه യെസ് ഗായ്സ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്കര മക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീം ബൂംബ നമ്മൾ തുടങ്ങുകയാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് മക്കളെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, നമ്മൾ തുടങ്ങുകയാണ്. അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ലിങ്ക് നിങ്ങൾ ഒരു സ്റ്റാറ്റസ് വെക്കുക. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സെറ്റാക്കുക, അടിപൊളിയാക്കുക. എന്നിട്ട് വാടാ എല്ലാവരും ഒരാളില്ല എല്ലാവരും നമ്മുടെ ലിങ്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേ. അതേപോലെ തന്നെ സ്റ്റാറ്റസ് വെക്കണം. കമോൺ ഗൈസ്, നമ്മൾ തുടങ്ങുകയാണ്. 3ാം ക്ലാസ്സിന്റെ EVS എന്താടാ നോക്കുന്നത്? ഇമ്പോർട്ടന്റ് പാർട്സ് റെഡി അല്ലടാ? സൗണ്ട് ഒക്കെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലടാ മക്കളെ? സെറ്റാണ്, സൗണ്ട് ഒക്കെ റെഡിയാണ്. എല്ലാരെയും കൂട്ടിട്ട് വാടാ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. താഴെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടൺ വെറുതെ കാണാൻ കൊടുത്തതല്ല, ആ ലൈക്ക് ബട്ടൺ ഞെക്കാൻ വേണ്ടി കൊടുത്താണ്. സോ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ഗൈസ്, പ്ലീസ്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സെറ്റാണോ, റെഡിയാണോ? ഇന്ന് നമ്മൾ തകർക്കും. നാളെ ക്ലാസ് ഉണ്ടോ? ഇല്ലല്ലോ, ഉറക്കൊന്നും വേണ്ട. ഇന്ന് നമ്മൾ രാത്രി 12 മണി 1 മണി വരെ ലൈവാണ്. ഇന്ന് ലൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇല്ലടാ, നമുക്ക് വേഗം തീർക്കാം. നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങളൊന്നും പറഞ്ഞു പോവില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രമേ നമ്മൾ പറഞ്ഞു പോകൂ. ആണോ? അങ്ങനെയാണ്. യെസ്. സ്റ്റാർട്ട് ചെയ്യാണ്. ആളുകൾ കുറവാണല്ലോടാ. എല്ലാരെയും കൂട്ടിട്ട് വാ. ക്ലാസ് ഗ്രൂപ്പിലൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്ത് സെറ്റാക്കി വാ. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്ത് EVSന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് തുടങ്ങിയിരിക്കുന്നത് പറഞ്ഞിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സെറ്റാക്കി വാ. യെസ്. ആസി മുഹമ്മദ് ഉണ്ട്. അതേപോലെ തന്നെ ആരൊക്കെയാ ഉള്ളത്? ധ്യാൻ ദേവോ ആരൊക്കെയോ ഒക്കെ ഉണ്ട് അല്ലേ? ആരൊക്കെയൊക്കെ വന്നിട്ടുണ്ട്. ധ്യാൻ ദേവ് തന്നെയല്ലേ? യെസ്. ഓക്കെ, റെഡി. ഒരു തവണ ചെയ്ത് അതെനിക്കറിയാം. എന്നാലും ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. വെറുതെ ഇങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവും ചെയ്യാണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മൾ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ടി പറയാനും, ഫയർ ഇടാൻ പറയുമ്പോൾ ഫയർ ഇടാനും, കത്തിക്കാൻ പറയുമ്പോൾ കത്തിക്കാനും ഒക്കെ. യെസ് ഗൈസ്, ഓക്കെ, അത് നിർത്തുകയാണ് മക്കളെ. നമ്മൾ ഒറ്റ ചോദ്യം, ഒരേ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവാണ്. ഇംഗ്ലീഷിന്റെ പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഇംഗ്ലീഷിന്റെ പരീക്ഷ പൊളിയായിരുന്നടാ. പൊളിയാണെങ്കിൽ ഒരു ഫയർ ഇട്ട് കാടാ. ഇംഗ്ലീഷിന്റെ പരീക്ഷ പൊളിയാണെങ്കിൽ ഒരു ഫയർ ഇട്ട് കാടാ. ഇംഗ്ലീഷിന്റെ പരീക്ഷ പൊളിയാണെങ്കിൽ സെറ്റാണോ? ഇംഗ്ലീഷിന്റെ എക്സാം സെറ്റാണോടാ? സെറ്റാണെങ്കിൽ ഒരു ഫയർ. റെഡി അല്ലേ? യെസ്. ആളുകൾ കൂടുന്നുണ്ട്. എല്ലാരെയും കൂട്ടിട്ട് വാ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇന്നലെ നമ്മുടെ ലൈവിന് ഏകദേശം 1Kയുടെ മുകളിൽ ലൈക്ക് ഉണ്ടായിരുന്നു. അത് ലൈവ് കഴിയുമ്പോഴേക്ക് 2000-3000-ഓളം ലൈക്ക് ആയിട്ടുണ്ടടാ മക്കളെ. നിങ്ങളും ഇന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചുകൂടെ ചങ്ങായിമാരെ? എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റസ് ഒക്കെ വെക്കുന്നില്ല. ഈ ഒരു സംഭവം കൂടെ സ്റ്റാറ്റസ് വെച്ചാൽ എന്താടാ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ആളുകൾ കൂടിയാലേ ലൈവ് തുടങ്ങും. ഉറപ്പുള്ള കാര്യമാണ്. ആളുകൾ കൂടിയാലേ ലൈവ് തുടങ്ങും. ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാൻ വെറുപ്പിച്ചോണ്ടേ നിൽക്കും. ക്ലാസ് തുടങ്ങുന്നുണ്ട്. എവിടെന്നെങ്കിലും കുറച്ച് ആൾക്കാരെ കൂട്ടിട്ട് വാ. എവിടെന്നെങ്കിലും എനിക്കൊരു ഹരം വേണം. എന്നാൽ ഇംഗ്ലീഷ് പൊളിച്ചില്ലടാ. ഇംഗ്ലീഷ് പൊളിച്ചടക്കിയതാ. കുറെ ആൾക്കാർ കിട്ടില്ല പോലെ കമന്റ് ചെയ്യുന്നുണ്ട്. പൊളിച്ചടക്കിയിട്ടില്ല. ഇംഗ്ലീഷ് പൊളിച്ചടക്കണ. ഇംഗ്ലീഷ് അങ്ങനെയാണ്. ഇംഗ്ലീഷ് നമ്മൾ പൊളിച്ചടക്കുക. നമ്മൾ പറഞ്ഞ ഏകദേശം കാര്യങ്ങളിലെ സെറ്റ് ആയിട്ട് ആ ഒരു സംഭവമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും അല്ലെ? ഇനി EVS ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. EVS എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ എന്താ വരുന്നത്? ഒരു കട്ടിയുള്ള, അല്ലെങ്കിൽ ഒരു കടിച്ചാ പൊട്ടി, അങ്ങനത്തെ പറയില്ലേ? കടിച്ചാ പൊട്ടാത്ത അങ്ങനത്തെ എന്തെങ്കിലും സംഭവമാണോ EVS എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്? അങ്ങനെ ഒരു സംഭവമേ അല്ല. EVS എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമേ അല്ല. EVS നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു കഴിയാം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. എളുപ്പത്തിൽ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. സെറ്റാണോ? റെഡിയാണോ? കോൺവെർസേഷൻ ടഫ് ആയിരുന്നു. എന്താടാ കോൺവെർസേഷൻ അതിന് മാത്രം ടഫ് ആണ്? എന്താടാ കാര്യം? കോൺവെർസേഷൻ ടഫ് ആണ്? കോൺവെർസേഷൻ ഈസി ആണല്ലോടാ.
കോൺവെർസേഷൻ ഈസി അല്ലേ? ആ കോൺവെർസേഷൻ നമ്മൾ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? നമ്മൾ സ്വന്തമായിട്ടൊന്നും എഴുതാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് നമുക്ക് കുറച്ചൊരു സംഭവം എഴുതാനല്ലേ ഉള്ളൂ. ഇന്നലെ ലൈവ് കണ്ടവർക്ക് കോൺവെർസേഷൻ എഴുതാനൊക്കെ സിമ്പിൾ ആയിട്ടുണ്ടാവില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടല്ലോ കോൺവെർസേഷനിൽ, ഇല്ലടാ മക്കളെ? ശരി, ആയിഷാഹന വിളിച്ചു. പോകാണ്, നമ്മൾ പോകാണ് ലൈവില്. നമ്മൾ എന്താ പറയാൻ പോകുന്നത്? EVS ക്ലാസ്സിലേക്ക് പോകാണ്, നമ്മൾ പോകാണ്. റെഡി സെറ്റ്. ഏകദേശം നമ്മളെ കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വന്നവരൊക്കെ ഓരോ ലൈക്ക് ചെയ്യുക, സെറ്റ് ആക്കുക. റെഡി സ്റ്റാർട്ടിങ്. വി ആർ സ്റ്റാർട്ടിങ് നൗ. പസിൽ ടഫ് ആയിരുന്നു മോനെ, പസിൽ ടഫ് ആര് പറയലട? ദയവേദി അത് പറയല്ലേ, പസിൽ ടഫ് ആയെന്ന് പറയല്ലേ. റെഡി യെസ്, എല്ലാം ഈസി ആയിരുന്നു. അതാണ് എല്ലാം ഈസി, അതാണടാ മക്കളെ വേണ്ടത്. എല്ലാം ഈസി ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ ഈ ലൈവ് ഓഫ് ആക്കി നിങ്ങൾ പോയി കിടന്നുറങ്ങാൻ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാതെ നിൽക്കുകയാണെങ്കിൽ, മറ്റന്നാള് അല്ലെ തിങ്കളാഴ്ച രാവിലെ നമ്മൾ പോയിട്ട് പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ നമ്മുടെ മുഖത്ത് എന്താ ഉണ്ടാവുക? സന്തോഷമാണോ സങ്കടമാണോ ഉണ്ടാവുക? സങ്കടമായിരിക്കും അല്ലെ. ആ ഒരു പരീക്ഷ പേപ്പറിൽ നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? സങ്കടമായിരിക്കും, വിഷമായിരിക്കും ഉണ്ടാവുക. അതിന് കാരണം എന്താ? അന്നേരം ആ സങ്കടം ഉണ്ടാവാൻ നമുക്ക് കാരണം എന്താണ് മക്കളെ? നമ്മൾ തന്നെയാ. നമ്മൾ പഠിക്കാത്തോണ്ടാണ്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ വലിയ A+, അതേപോലെ തന്നെ ഈ വലിയ എന്തോ സംഭവങ്ങളൊന്നും കിട്ടിയിട്ട് വലിയ ആൾക്കാരൊന്നും ആവാൻ പോകുന്നില്ല. പക്ഷേ പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിച്ചിരിക്കണം. വേണ്ടേ? അത് പഠിക്കണടാ മക്കളെ, അത് പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. A+ ഒന്നല്ല നിങ്ങളൊന്നും ആക്കുന്നത്. പക്ഷേ പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ പഠിക്കണം. നമ്മൾ തന്നെ പഠിക്കണം. അത് വേറെ ആരും ഒന്നും പഠിക്കൂല. സെറ്റ് ആക്കടാ. ഇന്ന് നമ്മുടെ EVS അങ്ങോട്ട് കലക്കി കുടിക്കാൻ വേണ്ടി പോവാണ്. റെഡി അല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ കണ്ടിരുന്നോ? EVSന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ കണ്ടിരുന്നോ? അത് കാണാത്തവരൊക്കെ പോയി നിർബന്ധമായിട്ട് കാണണം. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയിട്ട് കണ്ടിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? നേരെ പോവാണ്. EVSൽ നിന്ന് എവിടുന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊരു പ്രഡിക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം, ഏതൊക്കെ ഭാഗം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. റെഡി സെറ്റ്. ഷസ, അതേപോലെ തന്നെ ഫർഹാന, ആരൊക്കെയോ ഉണ്ടല്ലേ? സെറ്റടാ. എടാ, നിങ്ങൾ ഷസയും ഫർഹാനയും റയാനും സയാനും അതേപോലെ തന്നെ എല്ലാവരും ചെയ്യേണ്ടത് നിങ്ങളൊരു ലൈക്ക് ചെയ്ത് തരിക നമുക്ക്. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. എല്ലാവരെയും കൂട്ടിയിട്ട് വരണം, എന്നാലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക, പറയാനൊരു ഇൻട്രസ്റ്റ് വേണ്ടേ. യെസ് ഗൈസ്, നമ്മൾ പോവുകയാണ്. EVS ഇംഗ്ലീഷ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ? EVS ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്. നമുക്ക് മലയാളം കൂടെ പറഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. റെഡി അല്ലേ? ഞാൻ പോയി വരാം. ഓക്കെ, റെഡി സ്റ്റാർട്ട് ചെയ്യാനാണ് മക്കളെ. റെഡിയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. EVS ആണ് പാർട്ട് 1 ക്ലാസ് 3 അല്ലേ? നമ്മൾ നോക്കുകയാണ്. റെഡി സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി ഓക്കെ, സെറ്റ് ഓക്കെ അല്ലടാ? ധ്യാൻ കൃഷ്ണയുണ്ട്, അതേപോലെ തന്നെ ഫഹ്മ ഫാത്തിമയുണ്ട്, നുഹ ഫാത്തിമയുണ്ട്, ആരൊക്കെയോ വന്നിട്ടുണ്ട്. നമ്മൾ പോകാണ്. EVS പഠിക്കാൻ പോകാണ്. ഇതിൽ 3 പാഠമാണ് വരുന്നത് മക്കളെ. എത്ര പാഠമാണ് വരുന്നത്? 3 പാഠമാണ് വരുന്നത്. ഈ ഗ്രീൻ എർത്ത്, അതേപോലെ തന്നെ ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന പാഠം മുഴുവൻ എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടോടാ? വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന പാഠം മുഴുവൻ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞേ. വാട്ടർ ആൻഡ് സോയിൽ. ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യുടാ. ലവ് യു ടു ഓടാ മക്കളെ. നിങ്ങളെ അല്ലാണ്ട് ആരെയാടാ എനിക്കൊക്കെ ഇഷ്ടം? എനിക്ക് നിങ്ങളെ അല്ലാണ്ട് ആരെയാടാ ഇഷ്ടം? ലവ് യു ടു ഓടാ മക്കളെ. യെസ്, ഫുൾ എടുത്തിട്ടുണ്ട് അല്ലേ? ഇല്ല, ഫുൾ എടുക്കാത്തവരുണ്ട്, ഫുൾ എടുത്തവരുണ്ട് അല്ലെ? എന്തിനാലും ഈ ഒരു പാഠം വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന പാഠം നമുക്ക് മുഴുവൻ വേണ്ട. അതിന്റെ ഒരു പകുതി മാത്രം മതി എന്നാണ് എന്റെ ഒരു ഇത്. ഇനി നിങ്ങളുടെ മാമന്മാരും നിങ്ങളുടെ സാറുമാരും എന്തൊക്കെയാ പറഞ്ഞെന്ന് അറിയില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ അതിന്റെ ഒരു പകുതി വരെ മതി എന്നാണ് ഞാൻ നോക്കുമ്പോൾ. സെപ്റ്റംബർ മാസം മുഴുവനായിട്ട് ഈ വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന പാഠം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ സെപ്റ്റംബർ മുഴുവനായിട്ടില്ലല്ലോ, സെപ്റ്റംബർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വാട്ടർ ആൻഡ് സോയിലിന്റെ കുറച്ച് ഭാഗം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ട് ലവ് യു പറയുന്നുണ്ട്. ലവ് യു ടു ഓടാ മക്കളെ. ലവ് യു ടു. റെഡി സെറ്റ്. മുഴുവൻ എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ടില്ല. ഓക്കെ, റെഡി. ഓക്കെ, സെറ്റ്. അപ്പൊ നമ്മൾ ഈ ഒരു സംഭവങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ഈസിയാണടാ. ഈ പാഠത്തിന്റെ പേര് കണ്ടിട്ടോ പാഠത്തിന്റെ വലുപ്പം കണ്ടിട്ടോ ഒരുത്തിയും പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല.
ഒരാവശ്യവും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സെറ്റ് ആക്കുമെന്ന് വെച്ചാൽ നമ്മൾ സെറ്റ് ആക്കിയിരിക്കും. പറയുന്ന കാര്യം 2 ദിവസം പഠിക്കാനുണ്ട്. EVS മാത്രമല്ല എല്ലാ വിഷയവും പഠിക്കാൻ. ഈ ശനി ഞായർ എന്ന് പറയുന്ന ദിവസമുണ്ട്. കല്യാണമാണെങ്കിലും വേറെന്ത് കല്യാണങ്ങളാണെങ്കിലും വീട്ടിൽ കൂടലാണെങ്കിലും എന്ത് ആണെങ്കിലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി വെച്ചിട്ട് പഠിക്കുക. സെറ്റ് ആവണം. നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. വേണം. സെറ്റ് ആണോ മക്കളെ? നമ്മൾ പോവുകയാണ് ഗ്രീൻ എർത്ത് അല്ലെ. എന്താ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പച്ചയായ ഭൂമി. അങ്ങനെയാണോ? ഭൂമിന്റെ കളർ പച്ചയാണോടാ? ഭൂമിയുടെ കളർ പച്ചയാണോ? സെറ്റാണോ? ഭൂമിയുടെ കളർ പച്ചയാണോടാ? എന്താടാ ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ? എന്താടാ മലയാളം? അതിന്റെ മലയാളം എന്താ? ഗ്രീൻ എർത്ത് എന്താടാ? അതിന്റെ മലയാളം എന്താ? ഗ്രീൻ എർത്ത് പറഞ്ഞടാ. എന്താ മലയാളം? പറയടാ. ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീൻ പറയടാ. എന്താ ഗ്രീൻ എർത്ത്? പറയടാ. ഗ്രീൻ എർത്ത് എന്താ? ഗ്രീൻ എർത്ത് പറയൂലേ? യെസ്, ഹരിതഭൂമി. യെസ്, അതാണ് ഹരിതഭൂമി. ആരാടാ പറഞ്ഞത് ഹരിതഭൂമി? റഫീഖ് ഹുദവി എന്ന് പറഞ്ഞാല് അത് പാപ്പന്റെ അക്കൗണ്ട് ആയിക്കൂലേ? മോനായിക്കോട്ടെ. മോനെ റഫീഖ് ഹുദവിന്റെ പ്രിയപ്പെട്ട മോനെ, നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഹരിതഭൂമിയിലെ ഹരിതഭൂമി എന്നാണ് ഈ പാഠത്തിന്റെ മലയാളം മീനിങ് എന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ പോവാണ്. ഭൂമിയിലുള്ള സാധനങ്ങൾ, അത് പരിസര പഠനം എന്ന് പറഞ്ഞാൽ അതന്നെയാ. ചുറ്റുമുള്ള പരിസരം, ചുറ്റുമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ ചുറ്റി നമ്മൾ പഠിക്കുക അല്ലെ. തല ചുറ്റാണ്ട് നോക്കണം എന്നെ പോലെ. ഓക്കെ, റെഡി? തുടങ്ങുകയാണ്. റെഡി? യെസ്. വിച്ച് പാർട്സ് പറഞ്ഞടാ. വിച്ച് പാർട്സ് പറഞ്ഞടാ. ഇതിന്റെ ആൻസർ പറഞ്ഞടാ. റൂട്ട് ഉണ്ട്. പിന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷക്ക് നമ്മളോട് ഇതില് റൂട്ട് വരയ്ക്കാൻ വേണ്ടി പറയും അല്ലെ. വേറെന്താ ഇതിൽ വരയ്ക്കാൻ വേണ്ടി പറ്റുക? വേറെന്താടാ ഇതിൽ പറ്റുക? റൂട്ട് വരയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറെന്താ നമുക്ക് വരയ്ക്കാൻ വേണ്ടി പറ്റുക? നമുക്ക് വേണമെങ്കിൽ ഒരു ഇല വരച്ചു കൊടുക്കാം. ഇത് ഇലക്ക് എന്താ പറയാ? യെസ്, ലീഫ് വരച്ചു കൊടുക്കും. ഇല നമ്മൾ വരച്ചു കൊടുക്കും. ഇതെന്താടാ? ഇത് റൂട്ടാണ്. റൂട്ടിന്റെ മലയാളം എന്താടാ? റൂട്ടിന്റെ മലയാളം പറയടാ. റൂട്ടിന്റെ മലയാളം. യെസ്, സ്റ്റെം ഉണ്ട്. സ്റ്റെമ്മിന്റെ മലയാളം പറ. സ്റ്റെം ഉണ്ട്. അതേപോലെ തന്നെ റൂട്ട് ഉണ്ട്. പിന്നെന്താ ഉള്ളത്? യെസ്, പൂവ് വരച്ചു കൊടുക്കാടാ മക്കളെ. ഇവിടെ ഒരു പൂവ് വരച്ചു കൊടുക്കാം. പൂവ്. യെസ്, നമുക്ക് നോക്കാം അല്ലെ. പൂവ് വരച്ചു കൊടുത്തു, റൂട്ട് വരച്ചു കൊടുത്തു. ഇതെന്താ? ഇത് ഫ്ലവർ അല്ലെ. ഫ്ലവർ ഉണ്ട്. സ്റ്റെം ഉണ്ട്. പിന്നെ തണ്ട്. യെസ്, സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താടാ? തണ്ട്. പിന്നെ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താടാ? റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് പറഞ്ഞേ. റൂട്ട് എനിക്ക് അറിഞ്ഞൂടായിട്ടാ. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞു താടാ മക്കളെ. അറിഞ്ഞൂടായിട്ടാണ്. അറിയാത്തവന് പറഞ്ഞു കൊടുക്കണം എന്ന് അറിഞ്ഞൂടെ? പരീക്ഷയ്ക്ക് നമ്മൾ അങ്ങനെ ചെയ്യണം. എങ്ങനെ ചെയ്യണം? നമ്മൾ അറിയാത്തവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം പരീക്ഷക്ക്. എന്നിട്ട് നമ്മൾ ഒരു സാധനം നമ്മൾ എഴുതാൻ പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ എടാ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. നമ്മുടെ പേപ്പറിൽ എഴുതാനുള്ളത് നമ്മൾ നോക്കണം. മറ്റോനെ എഴുതി ചിലപ്പോ പൊട്ട തെറ്റായിരിക്കും. ആ സാധനം അതേപോലെ ഏന്തി നോക്കി ഈച്ചക്കോപ്പി അടിക്കാന്ന് പറയുന്നത്. ഏന്തി നോക്കി അല്ലെ. ഓൻ എന്താ എഴുതിയത്? കണ്ണൊക്കെ തിരുമ്മി കുറെ ആൾക്കാരൊക്കെ കാണും. എന്തൊക്കെ ട്രിക്കാന്നാ കോപ്പി അടിക്കാൻ കുറെ ആളെ കാണല്ലേ. കുറെ ആൾക്കാർ ഇങ്ങനെ സാറ് വരുന്നുണ്ടോ ഇങ്ങനെ എഴുതോട്ടോ അല്ലെ. അല്ലെങ്കിൽ അടിക്കുക സാർ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങനെ മറ്റോന്റെ പേപ്പറിലേക്ക് എന്തൊരു ഭയങ്കര ട്രിക്കാല്ലേ അതില്. എടാ ചങ്ങായിമാരെ, ഓൻ എഴുതിയ ഉത്തരം മണ്ടത്തരവും പൊട്ടത്തെറ്റുവാണെങ്കിൽ ആ സെയിം സാധനങ്ങൾ എഴുതി വെക്കണ്ട. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ചിലപ്പോ ശരിയായിരിക്കും അല്ലേ. അതെഴുതാതെ അവൻ എഴുതിയ പൊട്ടത്തരം എഴുതി വെക്കും ഇല്ലേ. റെഡി? ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ പറയൂലേ പഠിക്കുന്ന കുട്ടിയും പഠിക്കാത്ത കുട്ടിയൊക്കെ നമുക്ക് അറിയാം സാറേ നിങ്ങളെ വലിയ പറയൊന്നും വേണ്ടല്ലേ. അങ്ങനെയൊക്കെ ആയിരിക്കും പറയല്ലേ. വേര്. റൂട്ട് എന്ന് പറഞ്ഞാൽ വേരാണ്. യെസ്, ഈ ഒരു സംഭവം നോക്കി വെക്കട മക്കളെ. ഇതില് ഫ്രൂട്ടും കൂടെ വരച്ചു കൊടുക്കാം അല്ലെ. ഫ്രൂട്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ വരച്ചു കൊടുക്കാം. ഈ ഒരു സംഭവം വേണ്ട മക്കളെ. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് അതിൽ ലീഫും അതേപോലെ തന്നെ സ്റ്റെമ്മും റൂട്ടും ഫ്ലവറും ഫ്രൂട്ടും ഒക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി പറ്റണം അല്ലെ. ഇലയും കായും പൂവും തണ്ടും വേരുമൊക്കെ അതിൽ അടയാളപ്പെടുത്തി അതിൽ വരയ്ക്കാൻ വേണ്ടി എന്റെ പൊന്നു മക്കളെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണടാ? അത് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി കഴിയണം. ഇല്ലെങ്കിൽ നാളെയും മറ്റന്നാളും ഒക്കെ പോയി ഇരുന്നിട്ട് ഈ സാധനം പഠിക്കുക, സെറ്റാക്കുക എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല. സെറ്റാക്കുക അത്രയുള്ള ഏറ്റവും വലിയ സംഭവം ഒന്നുമല്ല. നമ്മൾ പോകുകയാണ് അടുത്ത പേജിലേക്ക് പോകാനടാ. അടുത്ത പേജിലേക്ക് ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
സൈസ് ഇതൊക്കെ നമ്മളൊന്ന് വെറുതെ അങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് പോവാനടാ. നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയാം. സ്കിപ്പ് ഈ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് ഈ ഒരു കാര്യം. യെസ്, ഇവിടെ ഒരു ചീരച്ചെടി കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ മരം കൊടുത്തിട്ടുണ്ട്, ബനിയൻ ട്രീ ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഇവിടെ ഒരു ചെമ്പരത്തി കൊടുത്തിട്ടുണ്ട്, ഹെബിസ്കസ് അല്ലേ. യെസ്, അപ്പോ ഈ ഒരു സംഭവം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. ഈ ഒരു സാധനം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ കൊടുത്തു നോക്കൂ. സ്റ്റെം ഈസ് സോഫ്റ്റ് അല്ലേ, സ്റ്റെം ഈസ് സോഫ്റ്റ്. അതേപോലെ തന്നെ ഷോർട്ട് ലിവ്ഡ് ആണ്, അതേപോലെ തന്നെ നോ ഡീപ് റൂട്ട്സ് അല്ലെ. ഈ സാധനം പഠിക്കാനുള്ളത് നിർബന്ധമാണ്. 3 വിധത്തിലാണ് അല്ലെ. എന്തൊക്കെയാണ് 3 വിധത്തില്? 3 വിധത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? പറ 3 വിധത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? പറയടാ, പറ 3 വിധത്തിൽ. ആ 3 എണ്ണവും പറ. 3 വിധത്തിൽ എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു? പറയടാ, എങ്ങനെ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു? യെസ്, ഹെർബ്. ഒന്ന് ഹെർബാണ്. വെരി ഗുഡ്. അതേപോലെ തന്നെ വേറെന്താ? അടുത്തത് പറയടാ. ഹെർബ്. യെസ്, പറയടാ ഹെർബ്. ബാക്കി എന്താടാ? ബാക്കി പറയടാ. യെസ് റബ്ബ് ഉണ്ട്. അതേപോലെ തന്നെ അടുത്തത് പറയൂ. അടുത്തതെന്താ? ട്രീ അല്ലേ, ട്രീ. അങ്ങനെ 3 വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഹെർബിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് മക്കളെ നിങ്ങൾ നോക്കൽ നിർബന്ധം. അത് പഠിക്കൽ നിർബന്ധമാണ്. ഹെർബിന് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവും അല്ലേ? ഹെർബിന്റെ മലയാളം എന്താ? ഔഷധി അല്ലേ, ഔഷധി മരം. അതേപോലെ തന്നെ മറ്റേതിന്റെ മലയാളം എന്താടാ? പറയടാ. യെസ്, ഈ ഒരു സംഭവം പഠിക്കൽ നിർബന്ധമുള്ള കാര്യം മക്കളെ. ഈ ഒരു സംഭവം പഠിക്കൽ നിർബന്ധമാണ്. ഹെർബിന്റെ സ്റ്റെം സോഫ്റ്റ് ആയിരിക്കും, ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും, നോ ഡീപ് റൂട്ട്സ്. അതിന് വലിയ നീളത്തിലുള്ള ഈ സംഭവം വേരുകളൊന്നും അതിനുണ്ടാവില്ല. അതിനാ സാധനം ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്തത് മരങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ മരങ്ങളുടേത് വെരി ഹാർഡ് സ്റ്റെം ആയിരിക്കും. നല്ല ഭയങ്കര ഉറപ്പുള്ള, വെരി ഹാർഡ്. വെറും ഹാർഡല്ല, വെരി ഹാർഡ്. നല്ല കാഠിന്യമുള്ള തണ്ടായിരിക്കും അതിനല്ലേ. തെങ്ങിന്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൽമരത്തിന്റെ ഇതിന്റെ തണ്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല കട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. ആ സാധനം അത്ര വലുപ്പവും വെയിറ്റും അതേപോലെ തന്നെ ഉള്ള ആ സാധനം അവിടെ ഇങ്ങനെ ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതിന്റെ റൂട്ടുകൾ എങ്ങനത്തെ റൂട്ടുകളായിരിക്കും? ഡീപ്പ് റൂട്ടുകളായിരിക്കും. സെറ്റാണോ? ഡീപ്പ് റൂട്ടുകളായിരിക്കും. സെറ്റാണോ മക്കളെ? സെറ്റാണോ? യെസ്. കുറ്റിച്ചെടി. പിന്നെ ബാക്കി എന്താടാ? കുറ്റിച്ചെടി. പിന്നെ ബാക്കി പറയടാ. കുറ്റിച്ചെടി ഉണ്ട്, ഔഷധി ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? മരമാണോ? റെഡി. യെസ്, അടുത്തത് നോക്കൂ. അടുത്തത് നമ്മൾ ഇവിടെ ഇതിന്റെ നോക്കൂ. ഹാർഡ് സ്റ്റെം ആയിരിക്കും അല്ലെ, അതേപോലെ തന്നെ ഷോർട്ട് പ്ലാന്റ്സ് ആയിരിക്കും. ഹാർഡ് സ്റ്റെമ്മും ആയിരിക്കും, അതേപോലെ തന്നെ ഷോർട്ട് പ്ലാന്റ്സും ആയിരിക്കും ഇതിന്റെ. സെറ്റ് ആണോ മക്കളെ? റെഡിയല്ലേ? ആഴത്തിലുള്ള വേരുണ്ടാവില്ല എന്നൊക്കെ പറയുന്നത് സെറ്റാണ്. ലൈക്ക് ഇടാത്തവരൊക്കെ ലൈക്ക് ഇടുക. ഒരു 500 ലൈക്ക് ആക്കി തന്നടാ മക്കളെ. ഒരു 500 ലൈക്ക്. ഇന്ന് ആളുകൾ കുറവാണ്, നാളെ എക്സാം ഇല്ലാത്തതുകൊണ്ട് ആളുകൾ കുറവാണ്. സാധാരണ നമ്മൾ ഹെയർബെൻഡ് ഒക്കെ വെക്കൽ 1K ഒക്കെ ആയാലേ. ഇതിപ്പോ നേരത്തെ വെക്കാം. റെഡി? 1K ആയാലാണ് ഹെയർബെൻഡ് വെക്കൽ. ഒരു 500 ലൈക്ക്. എല്ലാരും കൂടെ ഒരു 500 ലൈക്ക്. സെറ്റടാ മക്കളെ, സെറ്റ്. ഈ സാധനം പഠിക്കാണ്ട് ഒരാളും പരീക്ഷന്റെ ഹാളിലേക്ക് അങ്ങോട്ട് കയറണ്ട കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഔഷധിക്ക് ഉണ്ടാവുക? ഔഷധി ചെടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? മരത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? അതേപോലെ തന്നെ കുറ്റിച്ചെടിക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടാവുക എന്നുള്ളത് മക്കളെ ഈ സാധനം പഠിക്കാണ്ട് പോകണ്ട. സെറ്റ്? റെഡി. യെസ്, ഔഷധികൾ, കുറ്റിച്ചെടി, മരം അല്ലേ. ഔഷധി അതേപോലെ തന്നെ കുറ്റിച്ചെടി മരം. യെസ്, വെരി ഗുഡ്. ഇതാണ് ആ സംഭവം. ഔഷധി, കുറ്റിച്ചെടി, മരം. സെറ്റ് അല്ലടാ? സെറ്റ്. ഇംഗ്ലീഷ് പറയുമെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, മലയാളം പറയൂ. ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. ആ കൂട്ടത്തില് മലയാളമാണ് പറയാത്തത് കുറവടാ. റെഡി? മലയാളത്തിൽ നിങ്ങളോട് ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. റെഡി? സെറ്റ് അല്ലടാ മക്കളെ? ഈ സാധനം പഠിക്കാണ്ട് എന്റെ മക്കള് പരീക്ഷാ ഹാളിലേക്ക് പോകാൻ പാടില്ല. റെഡിയാണോ? സെറ്റാണോ? ഈ സംഭവം സെറ്റാണോടാ മക്കളെ? ഈ സംഭവം സെറ്റ് ആണെങ്കിൽ എനിക്കൊരു റെഡ് ഹാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 3 റെഡ് ഹാർട്ട് എല്ലാവരും ഒന്ന് ഇട്ട് തന്നെ. ഒരു 3 റെഡ് ഹാർട്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഭവം സെറ്റ് ആണെങ്കിൽ ഒരു 3 റെഡ് ഹാർട്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. 3 വിധത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ആ ഏതൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ അവിടെ പറഞ്ഞു. സെറ്റ് ആണോ? റെഡിയാണോ?
റെഡിയാണോ? സെറ്റ്. യെസ്. മലയാളം പറയൂ, ഇംഗ്ലീഷ് പറയൂ. ഇല്ലടാ, ഞാനിനി തമിഴാ പറയാൻ പോകുന്നത്. തമിഴിലുള്ള ഒരു പാട്ടുണ്ട്, എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. പണ്ട് ഞാൻ പിന്നെ പാടി പഠിച്ച പാട്ടാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, ഒറ്റ പ്രാവശ്യം മാത്രമേ പാടിത്തരൂ. കേട്ടോളൂ. ചെറിയൊരു ശബ്ദത്തിനൊക്കെ ചെറിയൊരു കുഴപ്പമുണ്ട്. അതായത് ഇന്നലെയൊക്കെ ലൈവിൽ ഒരുപാട് സമയം സംസാരിച്ചു, കൂടുതൽ സമയം സംസാരിച്ചപ്പോൾ ശബ്ദത്തിനൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തെന്നെ ആയാലും നിങ്ങൾ അതൊന്ന് കേൾക്കുക. എൻ്റെ പാട്ട്. ഫാത്തിമ வாழ்ந்த முறை உனக்கு தெரியுமா அந்த பாதையிலே வந்த பெண்ணே நீ சொல்லமா ഫാത്തിമ வாழ்ந்த മുறை ഉനക്ക് தெரியுமா அந்த പാതയിലെ വന്ന പെണ്ണെ നീ സൊല്ലമാ. പ്ലീസ് 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 ഒന്നും വേണ്ട, ദയവ് ഇതൊന്നും പറയരുത്. നല്ല പാട്ടാണ്, എനിക്കറിയാം. ഇനി പാടാൻ പറയരുത്, പാടൂല. സെറ്റ്. പോവുകയാണ് നമ്മൾ, അടുത്തയിലേക്ക് പോവുകയാണ്. അടുത്തയിലേക്കാണ് മക്കളെ പോകുന്നത്. അടുത്തയിലേക്ക് പോവാണ്. സെറ്റ്. റെഡി. അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. നമ്മൾ ഏതാടാ മൂന്ന് വിഭാഗങ്ങളായിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹെർബ്, ഷെർബ്, അതേപോലെ തന്നെ ട്രീ എന്ന് പറഞ്ഞിട്ടില്ലേ. എന്താടാ ഇത്? ഔഷധി. ഇതോ കുറ്റിച്ചെടി, ഇതോ മരം, ല്ലേ? മരം. ഇങ്ങനെ 3 എണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മക്കളെ. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളോട് കുറ്റിച്ചെടിനെ പറ്റി ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ മരത്തിനെ പറ്റി എക്സാമ്പിൾ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതൂലേ? കുറ്റിച്ചെടിനെ പറ്റി എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എഴുതൂലേ? എഴുതി കൊടുക്ക. പക്ഷേ മാഷേ വാട്ട് പൊളിച്ചുന്നോ? വാട്ടോ? ഏത് വാട്ടാ? ഓ പാട്ട്. എടാ, അസ്കരം മര്യാദയ്ക്ക് അസ്കര സ്ഫുടത വേണം കേട്ടോ. അസ്കര വേണം കേട്ടാ. വാക്ക്, പാട്ട് മാറ്റി പറയലടാ ചങ്ങായിമാരെ, എന്താണ് ചെയ്യാ? ഓക്കെ, സെറ്റടാ മക്കളെ. റെഡി. എടാ, വന്നവരൊക്കെ കുറെ ആൾക്കാരൊക്കെ വന്നും പോയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. വന്നവരൊക്കെ ഓരോ ലൈക്ക് ഇട്ട് പോടാ. എല്ലാവരും ഓരോ ഷെയറും സ്റ്റാറ്റസും ഒക്കെ വെക്കടാ. എല്ലാവരെയും കൂട്ടിയിട്ട് വാടാ. ഒരു ഉഷാർ. ഇന്നലെ എത്രങ്ങാനും ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ആൾക്കാരൊക്കെ കുറവാണേ. നാളെ പരീക്ഷ ഇല്ലായിട്ടല്ലേ? നാളെ മറ്റന്നാളെ കുത്തിരുന്ന് കാണാനോ. മുപ്പര് ലൈവ് ഇപ്പൊ പോയിക്കോട്ടെ, ഞങ്ങൾ നാളെ മറ്റന്നാളും കുത്തിരുന്ന് കാണുമെന്നുള്ളതാണ് അല്ലേ? പ്ലീസ് അതിന് നമ്മൾ പറഞ്ഞു പ്ലീസ്. ഓക്കെ, റെഡി. എടാ മക്കളെ, നമ്മൾ പോവാണ്. അപ്പോ ഇവിടെ നമ്മൾ ഹെർബിന്റെയും അതേപോലെ തന്നെ ഷ്രബിൻ പറയട്ടെ. റെഡി. ട്രീയുടെയും ഒക്കെ എക്സാമ്പിൾസ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന എക്സാമ്പിൾസ് ആണ് അല്ലെ? ഇവിടെ ട്രീയിൽ മാംഗോ ട്രീ ഉണ്ട്, തേക്ക് ഉണ്ട്, കാഞ്ഞിരുണ്ട്, ഞാവലുണ്ട്, ബനിയൻ ട്രീ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ട്. ഇവിടെ ഹെബിസ്കസ് ഉണ്ട്, റോസ് ഉണ്ട്, എക്സോറ ഉണ്ട്, കോഫി പ്ലാന്റ് ഉണ്ട്, ട്രീ പ്ലാന്റ് ഉണ്ട്. ഇവിടെ സ്പിനാച്ച് ഉണ്ട്, പാടി ഉണ്ട്, അതേപോലെ തന്നെ തുമ്പയുണ്ട്, മുക്കുറ്റി ഉണ്ട്, മഷിത്തണ്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. സെറ്റാണോ? ഈ ഒരു സാധനം സെറ്റല്ലടാ. ഈ ഒരു ടാബിള് മറന്നു പോകണ്ട, പഠിച്ചിട്ടേ പോവാം. റെഡി. ഇനി ഡ്രോ ആൻഡ് കണക്ട് എന്ന് പറയുന്ന സംഭവമായിരുന്നു ഇത്. ഈ ഒരു സംഭവം ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക, അത്രയേ ഉള്ളൂ. ഈ ഒരു സംഭവമൊക്കെ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നോക്കി വെക്കുക, അത്രയേ ഉള്ളൂ. എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. വേറെ വലിയ സംഭവമായിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. എന്തെന്നെയായാലും ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അല്ലടാ പ്രിയപ്പെട്ട മക്കളെ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, റെഡി. എടാ മക്കളെ, 500 ലൈക്കായാൽ സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ടുണ്ടാവും. സ്പെഷ്യലായിട്ട് ഒരു പ്രത്യേകതരം പാട്ട്. റെഡി. മാഷെ തെറ്റിപ്പോയതാണ്, മാഷിന്റെ പാട്ട് പൊളിയാണ്, എനിക്കറിയടാ തെറ്റിപ്പോയതാന്നുള്ളത്. തെറ്റലൊക്കെ ശരിയാണടാ. CBSE ആണെന്നോ? പടച്ചോനെ, CBSE ഇവിടെ വന്നിട്ട് എന്താണ് കാര്യം? CBSE ടെക്സ്റ്റ് അല്ലല്ലോ. റെഡി. സെറ്റ്. അടുത്തതിലേക്ക് പോവാണ്. ഈ സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കടാ. എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതൊക്കെ നമുക്ക് അറിയുന്നതാണ്. അത് കഴിഞ്ഞിട്ടടാ, പ്ലാന്റ്സ് ഇൻ വാട്ടർ. വെരി ഇമ്പോർട്ടന്റ് ആണ്. പ്ലാന്റ്സ് ഇൻ വാട്ടർ ഇടാ മക്കളെ. പ്ലാന്റ്സ് ഇൻ വാട്ടർ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. പ്ലാന്റ്സ് ഇൻ വാട്ടർ ഏതൊക്കെയാടാ? പ്ലാന്റ്സ് ഇൻ വാട്ടേഴ്സ് ഏതൊക്കെയാ? ഇതൊക്കെ നമുക്ക് അറിയുന്നതാണോ? ലോട്ടസ് ഉണ്ട്, വാട്ടർ ലില്ലി ഉണ്ട്, അസോളയുണ്ട്, കുളവാഴയുണ്ട്, നീർവാഴയുണ്ട്, ആഫ്രിക്കൻ മോസ് ഉണ്ട്, ബ്ലാക്ക് ആൽഗ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണോ? സെറ്റാണോ? എടാ 500 ലൈക്കായ പറയണേ, പെട്ടെന്ന് ഒരു പാട്ടുണ്ടാവും. കിട്ടില്ല പോലത്തെ പാട്ടായിരിക്കും കേട്ടാ. സെറ്റ് സാധനമായിരിക്കും, ഒന്നും പറയാനില്ല, അടിപൊളിയായിരിക്കും. റെഡി. അപ്പടാ മക്കളെ, ഇത് നോക്കടാ, ഈ സാധനം നോക്കടാ. ഇതറിഞ്ഞൂടെ? വാട്ടർ പ്ലാന്റ്സ് അല്ലെ? ജലത്തിൽ ഉണ്ടാവുന്നത് അറിയില്ലടാ മക്കളെ. ഇത് അറിയില്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് എന്നെയും കൂട്ടിട്ട് സ്ക്രീൻഷോട്ട് കരോ ഭായികൾ. മേം ഷമീൽ സാർ ഹോം ടെക്യൂട്സ് യൂട്യൂബ് ചാനൽ മേം വാർത്ത പ്രവാചകാനന്ദ ഭരണിവാനന്ദ വാർത്ത അങ്ങനത്തെ ഒരു സാധനം പറയില്ലായിരുന്നു രാവിലെ. ഈ ആകാശവാണിയിലൊക്കെ പറയും വാർത്താ എന്താ പ്രവാചകാഹ ഭരണിവാനന്ദ
അങ്ങനെ ഒരു സാധനം പറയും. ഓ പോട്ടെ, റെഡി. അപ്പൊ അത് പോട്ടെടാ മക്കളെ, ഈ ഒരു സാധനം അങ്ങനെ നോക്കി വെച്ചോ. റെഡി, സെറ്റ് സെറ്റ്, റെഡി. അപ്പൊ പോവാണ് നമ്മൾ അടുത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്തത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്ലാന്റ്സ് ഇൻ വാട്ടർ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ആ ഒരു സാധനം നോക്കി വെക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡി. അതേപോലെ തന്നെ ലൈഫ് ഇൻസൈഡ് ദ സീഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊക്കെ നോക്കുക. പിന്നെ മൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്, അതും നമുക്കൊന്ന് നോക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. റെഡി. ഇത് കഴിഞ്ഞോ ഇല്ല അല്ലെ. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ് അല്ലെ. ആ ഒരു വിത്തില്ലടാ മക്കളെ. ഈ ഒരു സംഭവം വിത്തിൽ നിന്ന് മാത്രമല്ല എന്തുണ്ടാകുന്നത്, ചെടി ഉണ്ടാകുന്നത്. സീഡിൽ നിന്ന് മാത്രമല്ല ചെടി ഉണ്ടാകുന്നത്. ചെടി ഏതിൽ നിന്നൊക്കെ ഉണ്ടാകും? വിത്തിൽ നിന്ന് മാത്രമാണോ? അല്ല, സ്റ്റെമ്മിൽ നിന്നുണ്ടാകും, ലീഫിൽ നിന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് അറിയാകണ. യെസ്, റെഡി. പോവുകയാണ് നമ്മൾ അടുത്തയിലേക്ക് പോവാണ്. റെഡി. ഇവിടെ നോക്കൂ, സീഡിൽ നിന്നുണ്ടാകുന്നു, റൂട്ടിൽ നിന്നുണ്ടാകുന്നു, സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്നു, ലീഫിൽ നിന്നുണ്ടാകുന്നു. ഇല്ലടാ മക്കളെ, സീഡിൽ നിന്ന് ചെടി ഉണ്ടാകും, അതേപോലെ റൂട്ടിൽ നിന്നുണ്ടാകും, സ്റ്റെമ്മിൽ നിന്നുണ്ടാകും, ലീഫിൽ നിന്നുണ്ടാകും. ഇല്ലേ? സീഡിൽ നിന്നടാ. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു ചെടിയുടെ ഒരു ചിത്രം തന്നു, എക്സാമ്പിൾ ഒരു റോസിന്റെ ഒരു ചിത്രം തന്നു. നിങ്ങളോട് ചോദിക്കുകയാണ് ഇത് ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത്? നമുക്ക് എഴുതി കൊടുക്കാം, റോസ് ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഇല്ലേ? റോസ് ഏതിൽ നിന്നാണ് ഉണ്ടാവുന്നത് എഴുതി കൊടുത്തൂടെ? ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുത്തൂടെ? റെഡി. അപ്പോ ഈ സീഡിൽ നിന്നുണ്ടാവുന്ന ചെടികൾ ഏതൊക്കെയാണ്? പംകിൻ ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട് അല്ലെ. അതേപോലെ തന്നെ റൂട്ടിൽ നിന്നുണ്ടാവുന്നത് ഏതൊക്കെയാണ്? അതേപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്നുണ്ടാവുന്നത് ഏതൊക്കെയാണ്? അതേപോലെ തന്നെ ലീഫിൽ നിന്നുണ്ടാവുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ബോധം നമുക്ക് വേണം. ഒരു ബോധം നമുക്ക് വേണം. അങ്ങനെയുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എഴുതി കൊടുക്കാം എന്നുള്ളതാണ്. സെറ്റ്. പോവുകയാണ് നമ്മള് അടുത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എഴുത്തൊക്കെ അത്ര ക്ലിയർ ഉണ്ടാവും. നന്നായിട്ട് എഴുതി നോക്കിയാൽ നിങ്ങൾ കേട്ടോ. റെഡി. അടുത്തതിലേക്ക് പോകാൻ വേണം. നമ്മൾ പെട്ടെന്ന് നിർത്തും. നമ്മൾ കൂടുതലൊന്നും പറയൂല, പെട്ടെന്ന് നമ്മൾ നിർത്തും, കൂടുതലൊന്നും പറയൂല. റെഡി. പോവുകയാണ്. 500 ലൈക്കായാ പറയണേ. ലൈക്ക് ഇടാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ഇടാടാ. റെഡി. പോവാണ് നമ്മള്. ഫ്ലോ ആണ്. റെഡി. മാച്ച് ദ ഫോളോയിങ്. കാണുന്നുണ്ടോ? മാച്ച് ദ ഫോളോയിങ്. ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ്. സാധനമാണിത്. ഈ സാധനം എന്താടാ അല്ലെ? സ്റ്റെം എന്തിനൊക്കെ സഹായിക്കുന്നു അല്ലെ? carries water and nutrients absorbed by the root to the leaves അല്ലെ. അതേപോലെ തന്നെ ലീഫ് എന്തിനാണ് സഹായിക്കുന്നത്? prepares food അല്ലെ, food needed by the plants. അതേപോലെ തന്നെ root fixes the plant in the soil. അതേപോലെ തന്നെ absorbs water and nutrients required for the plant from the soil. ഈ ഒരു സാധനം ഇംഗ്ലീഷ് മീഡിയം കുട്ടികളാണെങ്കിലും മലയാളം മീഡിയം കുട്ടികളാണെങ്കിലും സ്റ്റെമ്മിന്റെയും ലീഫിന്റെയും റൂട്ടിന്റെയും ഒക്കെ ജോലികൾ എന്താണ്? അവരെന്താണ് ഒരു ചെടിക്ക് വേണ്ടിയിട്ട് ഒരു സസ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയണം. അതെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് പഠിക്കുക. ഈ ഒരു സാധനം നന്നായിട്ട് പഠിക്കുക. സെറ്റാണോ? റെഡിയാണോ? 500 ലൈക്കായ പറയണേ. 500 ലൈക്കായാൽ സ്പെഷ്യൽ പാട്ട് ഉണ്ടാവും. ഒന്നും പറയാനില്ല. ഈ സാധനം പഠിക്കണം മക്കളെ. നമ്മൾ പറയുന്ന സാധനങ്ങൾ പഠിക്കാണ്ട് പരീക്ഷന്റെ ഹാളിലേക്ക് അങ്ങോട്ട് കേറണ്ട. അത് പഠിച്ചിട്ടേ പോകാവൂ. റെഡി. അത് കഴിഞ്ഞിട്ട് വെറൈറ്റീസ് ഓഫ് ലീവ്സ് ആണ് അല്ലെ. ലീവ്സ് തന്നെ, ഇലകളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലെ. അതായത് ഇലകളുടെ നമ്മൾ എന്തൊക്കെ ഷേപ്പ്, സൈസ്, സ്മെല്ല്, വിനേഷൻ അല്ലെ, ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. തുമ്പക്ക് ലോങ് ആൻഡ് ടാപ്പറിംഗ് ആണ്. അതേപോലെ തന്നെ ഡു ലീവ്സ് സ്മെൽ? യെസ്. അതേപോലെ തന്നെ കളർ ദ ലീവ്സ് ആണെങ്കിൽ ഗ്രീൻ ആണ്. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ സാധനം പഠിച്ചോളൂ. സെറ്റ് ആണ്. 465 ലൈക്ക്. വാടാ എല്ലാവരും വന്ന് ലൈക്ക് ഇടാ. ഒരാളും പോവല്ലേ, ലൈക്ക് ഇടാ. 500 ലൈക്കായ പെട്ടെന്നൊരു സാധനം വരും. റെഡി. സെറ്റ്. അപ്പോഴാ മാംഗോ ട്രീയുടെ എന്താണ്? മാംഗോ ട്രീയുടെ ലോങ് ആൻഡ് ടാപ്പറിംഗ് ആണ്. അതേപോലെ തന്നെ യെസ് ആണ്. അതേപോലെ തന്നെ ഗ്രീൻ ആണ് അല്ലെ. ഇലകൾക്ക് ചില ഇലക്ക് മണം ഉണ്ടാവും, ചില ലീഫിന് മണം ഉണ്ടാവും അല്ലെ. ചിലതിന്റെ ഷേപ്പ് നോക്കിയിട്ട് ഇതൊക്കെയാണ് ഈ ഒരു സംഭവം. എന്തെങ്കിലും നിങ്ങൾക്കറിയാം. ഞാൻ ഇതിനെ പറ്റി കൂടുതൽ ക്ലാസ് എടുത്ത് ബോറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ടേബിൾ പഠിക്കുക എന്നുള്ളത്, ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയാന്നുള്ളത് വളരെ 100-110% നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. റെഡി. പോവുകയാണ് നമ്മൾ അടുത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലീഫ് ഫിഗേഴ്സ് എന്നൊക്കെ പറയുന്നത്
ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ് അല്ലെ. ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കാം മക്കളെ. ചില ചിത്രങ്ങൾ, ചില ഫ്ലവേഴ്സിന്റെ ചിത്രങ്ങൾ തന്നിട്ട് നമ്മളോട് അതിന്റെ പേരുകൾ എഴുതാൻ വേണ്ടിയിട്ട് അതങ്ങനെ ഇവർക്ക് ഏടുന്നൊക്കെ ആ ചോദ്യങ്ങൾ ചോദിക്കാന്നുള്ള നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ഒരു ഏടുന്ന് വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ ഈസി ഉള്ള ചോദ്യം ചോദിക്കും, ചിലപ്പോൾ കടുകട്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അങ്ങനെയുള്ള പല വിധത്തിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കും. അപ്പൊ അതിലൊന്നും നമ്മൾ തളരൂല, ഒന്നിലും നമ്മൾ തളരൂല കേട്ടോ. അതൊന്നും നമ്മൾ തളരുകയില്ല, നമ്മൾ വളരും. നമ്മൾ വളരും. യെസ്, പോവുകയാണ് നമ്മള്. അടുത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത് 500 ലൈക്കായോ? ഇല്ലടാ, പറ്റിച്ചിട്ട് കാനുണ്ടല്ലോ. ഞാനെന്താ മൗസ് എടുത്തെറിയും, പറ്റിക്കരുതടാ. 500 ലൈക്ക് എന്റെ പാട്ട് വെറുതെ മിസ്സായി പോകില്ലേ. 500 ലൈക്കായാലും മാത്രമേ പാട്ടുണ്ടാവും. റെഡി, പോവുകയാണ്. നോൺ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ടു അല്ലെ, അതായത് പൂക്കളില്ലാത്ത പിന്നെ പ്ലാന്റ്സും നമ്മുടെ ചുറ്റുഭാഗത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഈ ഒരു സംഭവം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെ, ദ മേജർ പാർട്സ് ഓഫ് ദ ഫ്ലവർ പ്ലാന്റ്സ് ആർ റൂട്ട്. ഈ ഒരു സംഭവം ഇതൊക്കെ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അത് അത്ര വലിയ സംഭവം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക എന്താന്നുള്ളത്. റെഡി, അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോവാണ് ഇവിടെ. യെസ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്ലാന്റ്സ് മക്കളെ? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ പ്ലാന്റ്സ്? പ്ലാന്റ്സ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ് അവയെ കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം അല്ലെ? ഇലകൾ നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും. നിങ്ങൾ പശുവാ? ആടാ പശു എന്നടാ തിന്നു. ഇലകൾ നമ്മൾക്ക് തിന്നാൻ വേണ്ടി പറ്റും അല്ലേ? ആർക്ക്? മൃഗങ്ങൾക്കൊക്കെ തിന്നാം അല്ലെ. ദേ ഗിവ് ഷെയ്ഡ് അല്ലെ, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തണല് തരുന്നുണ്ട് ഇല്ലടാ മക്കളെ. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടിയിട്ട് പിന്നെ അവരുടെ ലീവ്സ്, ഫ്രൂട്ട്സ് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്? കഴിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രഷ് എയർ തരുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് നമുക്ക് തരുന്നത് ഈ സാധനം, ഈ ഒരു സംഭവം എങ്ങനെയാണ് ഒരു ചെടി അല്ലെങ്കിൽ ഒരു പ്ലാന്റ് നമ്മളെ സഹായിക്കുന്നത്? എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത്, ജീവജാലകങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, റെഡി. 488 ലൈക്ക് ആയിട്ടേ ഉള്ളൂ അല്ലേ? അത്ര ആയിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ, റെഡി. 500 ആയാൽ പറയട്ടോ. 500 ആയാൽ സെറ്റ് ആക്കാം നമുക്ക്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു, നമ്മള് കളർ ഒക്കെ പറഞ്ഞു. ഇത് നോക്കടാ, ഇമ്പോർട്ടന്റ് നോക്കടാ. പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, അതേപോലെ തന്നെ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെന്റ് കളർ. ഈ ഒരു ടാബിൾ നോക്കി വെക്കണേടാ മക്കളെ. ഇവിടെ നമ്മൾ പറയുന്നത് തുമ്പ പറയുന്നുണ്ട്, ജാസ്മിൻ പറയുന്നുണ്ട്, കണിക്കൊന്ന പറയുന്നുണ്ട്, സൺഫ്ലവർ പറയുന്നുണ്ട്. ഇവിടെയാണെങ്കിലോ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെന്റ് കളേഴ്സിൽ ഹിബിസ്കസ് പറയുന്നുണ്ട്, റോസ് പറയുന്നുണ്ട്, എക്സോർ പറയുന്നുണ്ട്, ഓർക്കിഡ് പറയുന്നുണ്ട്. സെറ്റ്. ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള കാര്യമാണ്. ഈ ഒരു സാധനം പഠിച്ചോളൂ. സെറ്റ്. മനസ്സിലാവുന്നില്ല? എന്താണ് മനസ്സിലാവാത്തത്? പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളർ, അതേപോലെ തന്നെ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെന്റ് കളർ. ഇത് എന്താണോ മനസ്സിലാക്കാനുള്ളത്? ഈ ടേബിൾ അതുപോലെ പഠിക്കാന്നുള്ളതല്ലേ ഉള്ളൂ. നമുക്കറിയുന്നതല്ലേ, ഒരു കളർ പൂവുള്ള ചെടികൾ, അതേപോലെ ഡിഫറെന്റ് കളർ പൂവുള്ള ചെടികൾ, അത്രയല്ലേ ഉള്ളൂ. വേറെ എന്താ ഉള്ളത് ഇതിലൊന്നും ഇല്ലടോ. മറ്റെന്തോ വലിയ മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ചാൽ മനസ്സിലാകുന്നതും കൂടി മനസ്സിലാകാണ്ടായി പോകും. മനസ്സിലായോ? മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നതും കൂടി മനസ്സിലാകാണ്ടായി പോവും. മനസ്സിലായോ? അതാണ് മനസ്സിലായത്. റെഡി, പോവുകയാണ്. യെസ് മക്കളെ, ഈ സാധനം ഈ ആക്ടിവിറ്റി എന്ന് പറയുന്നതാ മക്കളെ. നോക്കി വെച്ചോ. എക്സാമിന് ഈ ഒരു ആക്ടിവിറ്റി പോലെ ഒരു ആക്ടിവിറ്റി വന്നാൽ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയണം. ഈ ഒരു ആക്ടിവിറ്റി അല്ലെ, നെയിം ഓഫ് പ്ലാന്റിന്റെ പേര് എഴുതി കൊടുക്കുന്നു. അതേപോലെ തന്നെ അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് അത് എഴുതി കൊടുക്കുന്നു. അതേപോലെ ദ പാർട്ട് യൂസ്ഡ് ഫോർ പ്ലാന്റിംഗ്, അത് നടാൻ വേണ്ടിയിട്ട് അതിന്റെ ഏത് പാർട്ടാണ് ഉപയോഗിക്കുന്നത് അത് എഴുതി കൊടുക്കുന്നു. എന്താണ് അതിന്റെ ഇലയുടെ പ്രത്യേകത, എന്താണ് അതിന്റെ ഫ്ലവറിന്റെ പ്രത്യേകത, എന്താണ് അതിന്റെ സ്റ്റെമ്മിന്റെ പ്രത്യേകത, എടാ മക്കളെ ഈ ഒരു സാധനം നോക്കി വെച്ചടാ മക്കളെ. ഈ ഒരു സാധനം ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് അറിയണം എന്നുള്ള കാര്യം ഉറപ്പാണ്. റെഡി, സെറ്റ്. നമ്മൾ പോവാണ്. ഇനി നമ്മൾ കുറച്ച് മൃഗങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. റെഡിയാണോ? മൃഗങ്ങളുടെ കാര്യം പഠിക്കാൻ വേണ്ടി പോവാണ്. സെറ്റ്. റെഡിയായോ? എന്റെ മോനെ 500 ലൈക്ക്. ഒന്നും പറയാനില്ല. 500 ലൈക്ക് ആയിരിക്കുന്നു. ഒന്നും പറയാനില്ല. ഇനി നമ്മളുടെ പാട്ടുണ്ടായിരിക്കും. ഇനി പാട്ട് കഴിഞ്ഞിട്ട് വേറെ എന്ത് സംഭവം ഉള്ളൂ. 500 ലൈക്ക് ആയിരിക്കുന്നു. കേട്ടോളൂ പാട്ട്. റെഡി.
ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം. യോ ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാൻ ആർക്കാണ് ഇഷ്ടം. ഒന്നും പറയണ്ട അജാതി പാട്ട് എനിക്ക് മാത്രമേ പാടാൻ പറ്റൂ, വേറെ ആർക്കും പാടാൻ പറ്റും. ഒന്നും ഇല്ലൂമിനാറ്റി ഞാൻ പറയാ, ഇല്ലൂമിനാറ്റി ഞമ്മളെ ഇല്ലൂമിനാറ്റി. പോട്ടെ, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മുമ്പത്തെ പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സാധനങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, നിങ്ങളുടെ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. ആ സാധനങ്ങൾ നോക്കി പഠിക്കുക. അതേപോലെ തന്നെ അടുത്തതും പറയാൻ പോവാണ്. റെഡി സെറ്റ്. to the world of animals. റെഡി, പോവുകയാണ് മക്കളെ, പോവുകയാണ്. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് മൃഗങ്ങളെ നമ്മൾ പോറ്റുന്നത്? ഫുഡിന് വേണ്ടിയിട്ടാണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുണ്ട്, ജേർണിക്ക് വേണ്ടിയിട്ടുണ്ട്, മേക്കിംഗ് ഡ്രസ്സസ് അല്ലെ, വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അതിന്റെ കുതിരന്റെ മുകളിൽ കയറി കുതിരന് ഗുഡ് ബുള്ളറ്റ് അല്ലേ, അതല്ലേ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ അല്ലെ അറുത്തിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്, ഫുഡിന് വേണ്ടിയിട്ട്, പിന്നെ നായയൊക്കെ പോറ്റുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട്. റെഡി, അതാണ്. ഗോട്ടിനെ പോറ്റിയാൽ നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ടാവുക? വി ഗെറ്റ് മിൽക്ക്, അതേപോലെ തന്നെ മീറ്റും കിട്ടും. ഹെന്നോ എഗ്ഗും മീറ്റും, ഡെക്കോ എഗ്ഗും മീറ്റും, ഹോഴ്സോ റൈഡിങ്ങും, അതേപോലെ തന്നെ റേസസിനൊക്കെ ഉപയോഗിക്കാം. ഡോഗ് ആണെങ്കിലോ ഗാർഡായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡോഗിനെ നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ഉപയോഗിക്കാം അല്ലെ. ആടിനെ പോറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പാല് കിട്ടും, ഇറച്ചി കിട്ടും. കോഴിയെ പോറ്റിക്കഴിഞ്ഞാൽ മുട്ട കിട്ടും, ഇറച്ചി കിട്ടും. താറാവിനെ പോറ്റിക്കഴിഞ്ഞാൽ മുട്ട കിട്ടും, ഇറച്ചി കിട്ടും. പോത്തിനെ അല്ലടോ, കുതിരയെ പോറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിൽ യാത്ര ചെയ്യാം. അതേപോലെ തന്നെ മറ്റുള്ള മത്സര പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കാം. ഡോഗിനെ ആണെങ്കിലോ നായയെ പോറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്താക്കി ഉപയോഗിക്കാം? സെക്യൂരിറ്റി ഗാർഡായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഈ കുറ്റാന്വേഷണങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം? നായയെ നമുക്ക് ഉപയോഗിക്കാം. സെറ്റ്, റെഡി. ഈ ടേബിൾ ഒന്ന് നോക്കി വെക്കണേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേരുകളൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാ കൊടുത്ത്. റെഡി, അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകാണ് അടുത്ത പേജിലേക്ക്. കാണുന്നില്ല, ഫിംഗർ ഡ്രോയിങ് അല്ലെ. അടുത്ത പേജിലേക്ക് പോവാണ്. വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ് അല്ലെ. എടാ മക്കളെ നമ്മൾ ഈ ഒരു സംഭവം അല്ലെ, ഓരോ സാധനങ്ങളെ പറ്റി പഠിക്കാൻ പോവാണ്. അതായത് ഓരോ സാധനങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച് പഠിക്കാൻ പോകണം. അത് നിർബന്ധമായിട്ട് പഠിക്കണേ. എന്താണ് അതിന്റെ അഡാപ്റ്റേഷൻസ് എന്നുള്ളത് ചോദിക്കും. അത് നിർബന്ധമുള്ള കാര്യമാണ്. പോവാണ് നമ്മള്. റെഡി അല്ലേ? നോക്കൂ, every creature is different in shape, size, color, horns, nails, spots, stripes, etc. അല്ലെ. ഈ സാധനങ്ങളൊക്കെ നമുക്ക് അറിയണം. അതേപോലെ തന്നെ വെള്ളത്തിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മൾ നേരെ പോവാണ്. യെസ്, very important ടേബിൾ ആണിത്. നടന്നു പോകുന്നവര്, അതേപോലെ തന്നെ ഇഴഞ്ഞു പോകുന്നവര്, അതേപോലെ തന്നെ പറന്നു പോകുന്നവര്, നീന്തി പോകുന്നവര് അല്ലെ. ജീവികളുടെ സഞ്ചാര രീതിക്കനുസരിച്ച് ജീവികളെ പലതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. അതിന്റെ മൂവ്മെന്റ്സിന് അനുസരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും ഇല്ലേ. അതാണ് വാക്കിംഗ് ക്രിയേച്ചേഴ്സ്. അതേപോലെ തന്നെ ക്രോളിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലൈയിങ് ഉണ്ട്, സ്വിമ്മിങ് ഉണ്ട് അല്ലെ. ഈ സംഭവം, ഈ ടേബിൾ നിങ്ങൾക്ക് അറിയാം. എന്താ, കുറച്ച് ജീവികളെ തന്നിട്ട്, കുറച്ച് ജീവികളുടെ പേരുകൾ തന്നിട്ട് അതിന്റെ സഞ്ചാര രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ അല്ലെ അതിന്റെ മൂവ്മെന്റ്സിനനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്കത് ചെയ്തു കൊടുക്കാം. അത്രേ ഉള്ളൂ. ഐ ആം സ്ലീപ്പിംഗ് നോ. നീ ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. മറ്റന്നാള് തിങ്കളാഴ്ച പരീക്ഷ പേപ്പർ കിട്ടുമ്പോ അന്നേരം അങ്ങനെ തന്നെ ഉറങ്ങണം കേട്ടോ. ഈ ഉറക്കം അന്നേരം ഉറങ്ങണം. റെഡി, സെറ്റ്, പോകാടാ മക്കളെ. നമ്മൾ അടുത്തേക്ക് പോവാണ്. യെസ് മക്കളെ, നോക്കടാ അതിന്റെ ബോഡി ഫീച്ചേഴ്സ്, മൂവ്മെന്റ്സ്, ഇത് പഠിക്കൽ നിർബന്ധമാണ്. ഈ സാധനം നോക്കിക്കോളൂടാ മക്കളെ, ഈ സാധനം നോക്കിക്കോളൂ. ഹോഴ്സിന്റെ ബോഡി ഫീച്ചർ എന്താണ്? അതേപോലെ തന്നെ അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്? അതേപോലെ തന്നെ സ്നേക്കിന്റെ എങ്ങനെയാണ്? അതേപോലെ തന്നെ ഒരു പ്രാവിന്റെ എങ്ങനെയാണ്? ഫിഷിന്റെ എങ്ങനെയാണ്? ഈ സാധനം, ഈ ടേബിൾ മക്കളെ, ഈ ടേബിൾ പഠിക്കാണ്ട് ആരും പരീക്ഷയ്ക്ക് പോകണ്ട. ഈ ടേബിൾ എന്തായാലും വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും വന്നിരിക്കും. ഈ ഒരു സാധനം വന്നിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. സെറ്റ്, പോവാണ് മക്കളെ, പോവാണ്. റെഡി,
അടുത്തതിലേക്ക് പോകണം എടാ. ഓരോരോ ജീവികളുടെ അഡാപ്റ്റേഷൻസ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ബോഡി ഫീച്ചേഴ്സ് ചോദിക്കടാ മക്കളെ. നിർബന്ധമായിട്ട് എഴുതി വെച്ചോ, ബോഡി ഫീച്ചേഴ്സ് ചോദിക്കടാ മക്കളെ. ബോഡി ഫീച്ചേഴ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. നാലാം ക്ലാസ്സിലാണ് സാധാരണ ഉണ്ടാവില്ല. 4ാം ക്ലാസ്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ് ബോഡി ഫീച്ചേഴ്സ്. ഇങ്ങക്കും ഉണ്ടാവും ബോഡി ഫീച്ചേഴ്സ്. ചോദിക്കും, ഓരോ ജീവികളുടെ ബോഡി ഫീച്ചേഴ്സ് ചോദിക്കും. നമുക്ക് നോക്കാം അല്ലെ, പോവാം നമുക്ക്. യെസ് റെഡി. അതേപോലെ തന്നെ ബോഡി ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു അല്ലെ, ഒരുപാട് ജീവികളുടെ ബോഡി ഫീച്ചേഴ്സ് പഠിച്ചു. ഇനിയടാ മക്കളെ, the creatures which eat only plants part were called herbivores. ഈ സാധനം ഉണ്ടല്ലോടാ മക്കളെ, ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, അതേപോലെ തന്നെ ഒംനിവോഴ്സ്. ഈ സാധനം ഉണ്ടല്ലോടാ മക്കളെ, ഈ സാധനം പരീക്ഷയ്ക്ക് വരൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് വെച്ചിട്ടും ടേബിൾ ഉണ്ടാവും. ഇത് വെച്ചിട്ടും ഇതിന്റെ ആഹാര രീതി അല്ലെ, സസ്യ ബുക്ക്, മാംസ ബുക്ക്, മിശ്ര ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിന്റെ ആഹാര രീതികൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് ഇതുണ്ടാകും. അതേപോലെ തന്നെ ജീവികളുടെ പ്രത്യേകതകൾ എന്താണ്, ആ ജീവിക്ക് ഇര പിടിക്കാൻ അതിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ തവളയ്ക്ക് വെള്ളത്തിൽ കൂടെ എങ്ങനെയാണ് അതിന് പോകാൻ വേണ്ടി പറ്റുന്നത്, താറാവിന് എങ്ങനെയാണ് പോകാൻ വേണ്ടി പറ്റുന്നത്, മുതലയ്ക്ക് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് മുതലയ്ക്ക് വെള്ളത്തിൽ കൂടെ പോകാൻ വേണ്ടി പറ്റുന്നത് ഒക്കെ നമുക്ക് അറിയുന്നതല്ലേ അല്ലെ. ഈ ഒരു സാധനം നോക്കണം മക്കളെ. ഈ ഒരു സാധനം ഇപ്പൊ നമ്മൾ പറയുന്നത് ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന്റെ ആഹാര രീതിയുടെ മക്കളെ, ഇതിന്റെ ആഹാര രീതി നോക്കൂ. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൗ ഉണ്ട്, അതേപോലെ തന്നെ ഹോഴ്സ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, ജിറാഫ് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാർണിവോഴ്സിൽ ലയൺ കൊടുക്കാം, വോഫ് കൊടുക്കാം, ലിയോപാർഡ് കൊടുക്കാം, ഡോഗ് കൊടുക്കാം. ഓംനിവോഴ്സിലോ ക്രോ കൊടുക്കുന്നു, ഹെൻ കൊടുക്കുന്നു, ഹ്യൂമൻസിനെ കൊടുക്കുന്നു, ഡക്ക് കൊടുക്കുന്നു, ആന്റ് കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ ഈ ഒരു ടേബിൾ നോക്കി വെച്ചടാ ചക്കര മക്കളെ. ഈ ഒരു ടാബിള് നോക്കി വെച്ചോ. എഴുതിയത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി എടുത്തു കഴിഞ്ഞ സാധനങ്ങളാണ്. ഞാൻ എഴുതിയത് നിങ്ങൾ നോക്കണ്ട. ഓക്കെ, റെഡി. ഈ ഒരു സാധനം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാനൊന്ന് പറയുകയും ചെയ്യുന്നത്. ഞാൻ എഴുതിയത് പറയുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് മക്കളെ. ഒന്നുകൂടെ ഞാൻ വേണേ ഇതൊന്നും എന്താണ് ഇനി പറയാൻ എന്താ ഉള്ളത്? മിശ്ര ബുക്കുകൾ, മാംസ ബുക്കുകൾ, സസ്യ ബുക്കുകൾ, ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലടോ. ഇതൊക്കെ ഏതൊരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതല്ലടാ മക്കളെ. മാംസങ്ങൾ മാത്രം കഴിക്കുന്നത് ആരാണ്, സസ്യങ്ങൾ മാത്രം കഴിക്കുന്നത് ആരാണ്, ഇത് രണ്ടും കൂടെ കഴിക്കുന്ന നമ്മളെ പോലെയുള്ള ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയുന്നതല്ലടോ. അത് നയിച്ചാൽ വലിയ സംഭവം. ഇതെന്തോ വലിയ സംഭവവാക്യങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ടാണ് ഇതൊന്നും എന്തോ വലിയ കടിച്ചാപ്പൊട്ടി ആകുന്നത്. ഇതൊക്കെ സിമ്പിൾ ആണ്. ചിന്തിച്ച് നോക്കിയാൽ, ഒന്ന് ചിന്തിച്ചാൽ മതി, ജസ്റ്റ് ഉത്തരങ്ങൾ കിട്ടും. റെഡി. അത് കഴിഞ്ഞ് നമ്മൾ പോവാണ് അടുത്തലേക്ക്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു പേജടാ മക്കളെ, ഈ ഒരു പേജ് നോക്കിക്കോ. ഈ ഒരു പേജ് പരീക്ഷക്ക് ഇമ്പോർട്ടന്റ്. ഈ ഒരു പേജ് എന്ന് പറയുന്നത് പരീക്ഷക്ക് അധികവും ചോദിക്കണം മക്കളെ, അധികവും ചോദിക്കും. ഈ ഒരു പേജ് നോക്കടാ മക്കളെ, നോക്കടാ. ഡക്കിന്റെ അഡാപ്റ്റേഷൻസ് അല്ലെ, ഓയിലി ഫെദേഴ്സ്, അതേപോലെ തന്നെ വെബ്ഡ് ടോയ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഈഗിളിന്റെ നോക്കടാ. ഈഗിളിന്റെ എന്തൊക്കെയാ, അവർക്ക് ഷാർപ്പ് വിഷൻ ആയിരിക്കും ഈഗിളിന്റെ. എന്തുകൊണ്ടാ ഷാർപ്പ് വിഷൻ? മുകളിൽ കൂടെ ഞാൻ പറന്നു പോയിക്കും ചങ്ങായിമാർ. താഴത്ത് എത്ര ഞാൻ വലിപ്പമുള്ള ഒരു കോഴിക്കുട്ടിനെ കണ്ടാലും മുകളിൽ നിന്ന് പറന്നു വന്നിട്ട് അതിനെ പിടിച്ചു കൊണ്ടോ ഇല്ലേ. അതാണ് ഷാർപ്പ് വിഷൻ ആയിരിക്കും. അതേപോലെ തന്നെ സ്ട്രോങ് വിങ്സ് ആയിരിക്കും, ലാർജ് ആൻഡ് സ്ട്രോങ് വിങ്സ് ആയിരിക്കും. ഇതൊക്കെ ഈഗിളിൻ്റെതാണ്. ഫ്രോഗിൻ്റെതാണെങ്കിലോ സ്റ്റിക്കി ടങ് ആയിരിക്കും, പശുള്ള നാവില്ലേ, സ്റ്റിക്കി ടങ് ആയിരിക്കും. അതേപോലെ തന്നെ സ്ലിമ്മി ബോഡി ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ ലയണിൻ്റെതാണെങ്കിലോ സ്ട്രോങ് ആൻഡ് മസ്കുലാർ ബോഡി ആയിരിക്കും. അതേപോലെ തന്നെ ആബിലിറ്റി ടു റൺ ഫാസ്റ്റ് അല്ലേ, അതിന് വേഗത്തിൽ ഓടാൻ വേണ്ടി പറ്റും അല്ലേ. അതേപോലെ തന്നെ അതിന്റെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശരീരമായിരിക്കും. ഈ ഒരു സംഭവം മക്കളെ, ഈ ഒരു സാധനം പഠിച്ചോളി. ഈ ഒരു സാധനം പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പ്. ഈ ഒരു സാധനം മക്കളെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മറിക്കുക. ഈ ഒരു സാധനം ഉണ്ടോ നോക്കുക. ഈ സാധനം ഉണ്ടെങ്കിൽ പഠിക്കുക. എല്ലാവരുടെ ടെക്സ്റ്റ് ബുക്കിലും സാധനം ഉണ്ടാവും, അത് പഠിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ് കാർണിവോഴ്സസിന്റെ പ്രത്യേകതകളോ പറയുന്നല്ലേ. കാർണിവോഴ്സസ് യൂസ് their sharp nails to attack their prey അല്ലേ. ഓക്കെ, ready. They use their sharp and pointed teeth to bite and tear their prey അല്ലേ. ഓക്കെ, ready. ഈ സാധനം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അതേപോലെ the structure of the teeth of herbivores is suited to chew പ്ലാന്റ് പാർട്സ് അല്ലേ. അങ്ങനെ കടിച്ച് തിന്നാനുള്ള മറ്റേതിൻ്റെ ഒക്കെ നല്ല കൂർത്ത നഖങ്ങൾ, കൂർത്ത കാലുകളൊക്കെ ആയിരിക്കും. ഈ സാധനത്തിനൊക്കെ പിടിച്ച് വലിച്ച് തിന്നാൻ മറ്റേതിൻ്റെ ഒക്കെ നമ്മൾ ആ ഒരു സോഫ്റ്റ് സാധനങ്ങളായിരിക്കും ഉണ്ടാവും അല്ലെ. റെഡി. അത് കഴിഞ്ഞ് നേരെ പോവാണ് നമ്മള്. യെസ് മക്കളെ, ഈ ഒരു സാധനം
ഈ ഒരു സാധനം നോക്കിക്കടാ, ഒരു പൂമ്പാറ്റ എങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, കഴിഞ്ഞ കൊല്ലത്തെ ടെക്സ്റ്റിൽ ഈ സാധനം ഉണ്ടായിരുന്നു. ഈ സാധനം വരാണ്ട് നിൽക്കൂല, ഈ സാധനം വരും. എങ്ങനെയാണ്? എഗ്, മുട്ട വിരിഞ്ഞ് ലാർവയാകുന്നു, ലാർവ അല്ലെ, പ്യൂപ്പ പിന്നെ എന്താകുന്നു, പ്യൂപ്പ എന്താകുന്നതടാ മക്കളെ, പിന്നെ അഡൽട്ട് ആയിട്ട് പൂമ്പാറ്റയായിട്ട് മാറുന്നു. ഈ ഒരു സാധനം നോക്കി വെച്ചടാ മക്കളെ, ഈ ഒരു സാധനം നോക്കി വെച്ചോ. റെഡി? സെറ്റാണോ? റെഡി? അടുത്തയിലേക്ക് പോവാണടാ, അടുത്തയിലേക്ക് നമ്മൾ പോവാണ് അല്ലെ. പലതരത്തിലുള്ള പൂമ്പാറ്റകൾ ഉണ്ട് അല്ലെ. പൂമ്പാറ്റയുടെ പേരുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആ ഒരു സംഭവം, പൂമ്പാറ്റയുടെ സൈക്കിൾ. അതേപോലെ തന്നെ ഇവിടെ പൂമ്പാറ്റയുടെ പേര് പറയുന്നുണ്ട്, ഇതൊന്ന് നോക്കി വെക്കണേ, നിർബന്ധമുള്ള കാര്യമാണ്. ഈ സാധനം ഒന്ന് നോക്കി വെക്കണം. പൂമ്പാറ്റയുടെ പേരുകൾ, കുറെ പൂമ്പാറ്റന്റെ പേരൊക്കെ നമ്മൾ ഇത് 2-3 പൂമ്പാറ്റന്റെ പേരൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ചിത്രമൊക്കെ തന്നിട്ട് ഇത് ഏത് പൂമ്പാറ്റയാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടുപോകും അല്ലേ. അന്നേരം പോയിട്ട് മേലോട്ട് നോക്കിയിട്ട് ഇത് അടച്ച തമ്പുരാൻ, അന്നേരം ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യം. ഇത് നോക്കി നോക്കണം. അതേപോലെ തന്നെ മക്കളെ നോക്ക്, ഇവിടെ ഒരു ഗരുഡ ശലഭത്തിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഒരു സാധനം ഒന്ന് വായിച്ചു നോക്കണം. നമ്മൾ പറഞ്ഞിരിക്കുന്ന പൂമ്പാറ്റന്റെ സൈക്കിൾ പഠിക്കണം, കുറച്ച് പൂമ്പാറ്റന്റെ പേര് പഠിക്കണം, അതേപോലെ തന്നെ ഈ ഗരുഡ ശലഭത്തിനെ പറ്റി പഠിക്കണം. റെഡി? കഴിഞ്ഞോ? റെഡി? ഇതും വേണേ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. യെസ്, റെഡി, കഴിഞ്ഞു. യെസ്, ഓക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ എന്താടാ അടുത്ത പാഠത്തിലേക്ക് പോവാൻ. കഴിഞ്ഞു. ഇപ്പൊ നിർത്തും. നിങ്ങൾ പേടിക്കട്ടെ, ഇപ്പൊ നിർത്തും. എല്ലാവർക്കും ഉറങ്ങണം, പോകണം, വിശക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പൊ നിർത്തും. വാട്ടർ ആൻഡ് സോയിൽ കുറച്ച് കാര്യം കൂടെ, വാട്ടർ ആൻഡ് സോയിലിന്റെ ഒരു കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നിർത്തും. സെറ്റാണ്, നിർത്തും. റെഡി അല്ലടാ മക്കളെ? ഓക്കെ, സെറ്റാണ്. നാളെ കണ്ടാലും മതി. നിങ്ങൾ ഇന്ന് ടെൻഷൻ ആയിട്ട് ഇരുന്ന് എന്തൊക്കെയോ പറയുന്നൊന്നും വിചാരിക്കണം. നാളെ നല്ലോണം ഒരു ഒഴിവുള്ള സമയത്ത് ഇരുന്നിട്ട് കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക. ഞാൻ നിങ്ങൾ ടീച്ചർമാര് സാർമാരൊക്കെ പറയുന്ന കാര്യങ്ങൾ കൂടെ പഠിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല പഠിക്കേണ്ടത്. ഓക്കെ, റെഡി? വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്ന പാഠത്തിൽ നമുക്ക് ഒന്നും പഠിക്കാനൊന്നുമില്ല. ഇതിന്റെ അത് പഠിക്കാനുള്ളത്, ഇതിന്റെ അതൊരു സാധനം, പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിന്റെ അത് പറയുന്നുണ്ട് അല്ലെ. എന്താ സാധനം പറയുന്നത്? മഴമാപിനി, റെയിൻ ക്യാച്ച് എന്ന് പറയുന്ന സാധനം പറയുന്നുണ്ട്. ഈ മഴമാപിനിയെ പറ്റി, എങ്ങനെയാണ് മഴമാപിനി, എന്തിനൊക്കെയാണ് മഴമാപിനി ഉണ്ടാക്കുന്നത് അല്ലെ. ഇവിടെ നോക്കൂ, ഗ്ലാസ് ബോട്ടിൽ, ഫണൽ, സ്കെയിൽ അല്ലെ. എന്നിട്ടോ ഫിക്സ് ദ സ്കെയിൽ ടു ദ ഗ്ലാസ് ബോട്ടിൽ ആസ് ഷോൺ ഇൻ ദ പിക്ചർ അല്ലെ. ഇവിടെ ഒരു ചിത്രത്തിൽ കാണിച്ചതുപോലെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയാണ്. പ്ലേസ് ദ ഫണൽ ഓൺ ടോപ്പ് ഓഫ് ദ ഗ്ലാസ് ബോട്ടിൽ, ഫിക്സ് ദ ബോട്ടിൽ ഇൻ ആൻ ഓപ്പൺ സ്പേസ് ഔട്ട്സൈഡ് അല്ലെ. ഈ മഴമാപിനി എവിടെ വെക്കേണ്ടത്? പൊരന്റെ അകത്താണോ? മഴ അളക്കുന്ന ആ ഒരു മിശ്യം കൊണ്ടാക്കേണ്ടിയ പൊരന്റെ അകത്താണോ? അല്ല, മഴ കൊള്ളുന്ന, മഴ ഉള്ള തുറസായ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്ത് ചെയ്യേണ്ടത്? ഈ മഴമാപിനി കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് എവിടെയോ കൊണ്ടുപോയിട്ട്, അല്ല കടലിന്റെ നടുവിൽ കൊണ്ടുപോയിട്ടാണോ? അല്ല. പൊരന്റെ അകത്താണോ? അല്ല. എവിടെയെങ്കിലും വെള്ളം കിട്ടാത്ത, മഴ കിട്ടാത്ത സ്ഥലത്താണോ? അല്ല. തുറസായ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് കൊണ്ടുപോയി വെക്കേണ്ടത് അല്ലെ. റെഡി? അപ്പോ അത് കഴിഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക, ജസ്റ്റ് അത് നോക്കുക. അത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ സംഭവങ്ങളൊക്കെ എന്തൊക്കെ സാധനങ്ങളാണ് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വാട്ടർ ഓഫ് ലൈഫ് ആണ് അല്ലെ. ഒരു പിന്നെ ജീവികൾക്ക് വെള്ളം എങ്ങനെയൊക്കെയാണ് അവർക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളതാണ്. ഫിഷിനാണെങ്കിൽ വാട്ടർ ടു ലിവ് ഓൺ, എലിഫന്റ് ആണെങ്കിലോ ഡ്രിങ്കിനും, അതേപോലെ തന്നെ കൂളിംഗ് ബോഡിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഡിയർ ആണെങ്കിലോ അത് ഡ്രിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഓരോരോ സാധനം. ക്രോക്കഡൈൽ ആണെങ്കിൽ അത് വെള്ളത്തിലാണ് ജീവിക്കുക അല്ലെ, അത് വെള്ളത്തിൽ ലിവിങ് അതൊക്കെ കൊടുക്കാം. റെഡി? അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മളൊരു വാട്ടർ പ്യൂരിഫിക്കേഷനും കൂടി പഠിക്കുന്നുണ്ട്. യെസ്, ഇവിടെ വാട്ടർ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ സമയത്താണ് വെള്ളം നമുക്ക് വേസ്റ്റ് ആയി പോകുന്നത് ഒന്ന് കുളിക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ നമ്മൾ വസ്ത്രങ്ങൾ കഴുകുന്ന സമയത്ത്, വാഷിംഗ് വെഹിക്കിൾസ്, വണ്ടികൾ കഴുകുന്ന സമയത്ത്, അതേപോലെ തന്നെ മറ്റുള്ള അല്ലെ ഏതൊക്കെ കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട് വെള്ളം വേസ്റ്റ് ആയി പോകുന്നത് അല്ലെ. അതെങ്ങനെയൊക്കെയാണ് നമുക്ക് തടയാൻ വേണ്ടി പറ്റുക? ഡോണ്ട് ലീവ് ടാപ്സ് ഓപ്പൺ കെയർലെസ്ലി, അതേപോലെ ഡോണ്ട് അലോ വാട്ടർ ടാങ്ക്സ് ഓവർഫ്ലോ, വെള്ളം കൂടുതൽ അല്ലെ പാഴാക്കാൻ പാടില്ല. അതേപോലെ തന്നെ ക്ലോസ് ദ ടാപ്പ് ആഫ്റ്റർ യൂസ്, അതേപോലെ തന്നെ കീപ് പൈപ്സ് ഇൻ ഗുഡ് കണ്ടീഷൻ. നമ്മുടെ വീട്ടിലുള്ള പൈപ്പുകളൊക്കെ നല്ലൊരു ഗുഡ് കണ്ടീഷനിൽ എന്ത് ചെയ്യുക, അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ്? റെഡി? പിന്നെ ഒറ്റ കാര്യം കൂടി, ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ, ഈ ഒരു സാധനം ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതാ മക്കളെ, ഈ ഒരു സാധനം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇവിടെ ചരലും സാൻഡും കോക്കനട്ട് ഷെല്ലും ചാർക്കോൾ, ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വാട്ടർ പ്യൂരിഫിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. ഈ സാധനം കൂടി ഒന്ന് പഠിച്ചു വെക്കണം, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഞാൻ പറയൂല. ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾ സ്കൂൾ പോകണ്ടെന്നാണ് ഞാൻ പറയുന്നത്, എക്സാമിന് പോകണ്ട. ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് ഒരിക്കലും ഞാൻ പറയില്ലടാ മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ മിസ്സുമാര് പറയുന്നത്, നിങ്ങളെ സാറുമാര് പറയുന്നത് ഒക്കെ നോക്കിയിട്ട് പഠിക്കുക. ഈ സാധനങ്ങൾ അതിന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും പഠിക്കാണ്ട് ഒരാൾ പോലും ക്ലാസ്സിലേക്ക് പോകണ്ട എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ബാക്കി പഠിക്കടാ, ബാക്കിയൊക്കെ നമുക്ക് അങ്ങോട്ട് എഴുതടാ.
നിങ്ങൾ നോക്കിക്കോ, AVSന്റെ ചോദ്യപേപ്പർ കിട്ടുമ്പോ നമുക്ക് ചിരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാം, ചിരിച്ചുകൊണ്ട് പരീക്ഷ എഴുതാം, ഹാപ്പി മൂഡിൽ പരീക്ഷ എഴുതാം. എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? നമ്മൾ പറയുന്ന ഈ ഒരു കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിച്ച് നമ്മുടെ തലയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ നന്നായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഉറപ്പാണ്, 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 സെറ്റ് ആവും, ഉറപ്പാണ്. ഈ മക്കൾക്ക് എല്ലാവർക്കും ഇത്രയും ടൈമിലിടാ മക്കളെ, ഇത്രയും ടൈമിൽ 1000, 1500, 2000-ഓളം മക്കള് ഇത്രയും സമയം നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എടാ മക്കളെ കേട്ടടാ മക്കളെ, നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും. EVS പരീക്ഷ ഈസി ആവട്ടെ, ഉഷാറാവട്ടെ, വേറെ സംഭവങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോ ഈ ലേറ്റ് ആയിട്ടും ഇത്രയും ടൈം നമ്മുടെ കൂടെ നിന്നടാ മക്കളെ, ഇന്ന് കൂടെ നിന്ന എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് പറയാനടാ, ഓൾ ദ ബെസ്റ്റ് പറയാണ്. ഫുൾ മാർക്ക് ആശംസകൾ. നമ്മള് ചെറിയ മാർക്ക് അല്ലെങ്കിൽ ജസ്റ്റ് പാസ് ആ സാധനം ഒന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ? ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ വാങ്ങിയിരിക്കുന്ന കാര്യം ഉറപ്പാണ്. സെറ്റ് ആണ് മക്കളെ. സെറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ആയിട്ട് എനിക്കൊരു ഫയർ ഇമോജി ഇട്ടതാടാ, ഒരു ഫയർ ഇമോജി ഇട്ടതാ. നമ്മൾ നിർത്തുകയാണ്, നമ്മുടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മക്കളെ, കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾ നന്നായിട്ട് പഠിക്കടാ. ഇംഗ്ലീഷ് മീഡിയം മക്കളാണെങ്കിൽ ഇത് ഓൾറെഡി ഇംഗ്ലീഷ് ബുക്കാണ്. ഈ സാധനം നിങ്ങൾ നോക്കാം. മലയാളം മീഡിയം മക്കളാണെങ്കിൽ ഇതിൽ നിങ്ങളെ മലയാളം മീഡിയം ബുക്കിൽ എന്താണുള്ളത് നോക്കിയിട്ട് അത് അവിടെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ഇരുന്ന് പഠിക്കണം മക്കളെ. സെറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരട്ടെ, അടിപൊളിയാവട്ടെ, ഫുൾ മാർക്ക് ഉണ്ടാവട്ടെ, അടിപൊളിയാവട്ടെ. ഇംഗ്ലീഷ് പരീക്ഷ പോലെ തന്നെ പൊളിച്ചടിക്ക് പരീക്ഷ എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നല്ല മക്കളാടാ നിങ്ങൾ, നല്ല മക്കളാടാ. ഇത്രയും ടൈം നിങ്ങൾ ഇരുന്നില്ലടാ, നല്ല മക്കളാടാ. ഓക്കെ, സെറ്റ്. അപ്പോ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പുതിയ ലൈവുകള്, പുതിയ വീഡിയോകളായി നമുക്ക് കാണാം. എടാ മക്കളെ, ഇംഗ്ലീഷിന്റെ പരീക്ഷ നിങ്ങൾക്ക് എഴുതിയിട്ട് നിങ്ങൾക്ക് അത്ര ഉപകാരം ഉണ്ടായിട്ടില്ലടാ, നമ്മളെ കൊണ്ട് അത്ര ഈസി ആയിട്ടില്ലടാ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൂട്ടുകാർക്ക് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ അയച്ചു കൊടുക്കണം, അവരോട് ലൈക്ക് ചെയ്യാൻ വേണ്ടി പറയണം, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം. പിന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴത്തുള്ള നമ്പറിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഷമീൽ തറോൽ ഇൻസ്റ്റാഗ്രാം പേജ്, ഈ ഒരു പേജിൽ എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്തിട്ടേക്ക് നമ്മൾ കുറേ ഫോട്ടോസ്, കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട ചക്കരമക്കൾക്കും ബൈ ടാറ്റടാ മക്കളെ, ഗുഡ് നൈറ്റടാ മക്കളെ. ഓക്കെ, സെറ്റ്, പൊളിയടാ. അടിച്ചു പൊളിച്ച് പരീക്ഷ എഴുതിട്ട് വേടാ. സെറ്റടാ മക്കളെ, അടിച്ചു പൊളിച്ച് നിങ്ങളുടെ ഡേ ആടാ, നിങ്ങളുടെ ഡേ ആണ്. EVSന്റെ പരീക്ഷ നിങ്ങളുടെ ഡേ ആണ്. നിങ്ങൾ പോയിട്ട് ഉഷാറാക്കിയിട്ട് പരീക്ഷ എഴുതിട്ട് വേടാ. എല്ലാവിധ ആശംസകളും, ഫുൾ മാർക്ക് ആശംസകൾ അറിയിക്കാടാ. സെറ്റ്. ഓക്കെ, ബൈ ടാ മക്കളെ. ഓക്കെ.